അടുത്തത് നോക്കി നോക്കൂ. പ്രശ്നേഭ്യഃ ചതുർണാം ഉത്തരാണി ലിഖത അല്ലേ? 6 മുതൽ 10 വരെയുള്ള ചോദ്യങ്ങളിൽ എത്ര എണ്ണത്തിന് ഉത്തരം എഴുതണം? വീണ്ടും പറഞ്ഞിരിക്കുന്നു 4 എണ്ണത്തിന് മാത്രം ഉത്തരം എഴുതിയാൽ മതി. ഓരോന്നിനും 2 മാർക്ക് വീതം തന്നിരിക്കുന്നു. സൂചനാനുസാരം ഗദ്യക്രമം ലിഖത. ഈ സൂചന അനുസരിച്ച് ഗദ്യക്രമം എഴുതുക. ഗദ്യക്രമം എഴുതുക അല്ലെങ്കിൽ അന്വയം എഴുതുക എന്നാണ് നമ്മളോട് ചോദിക്കാറ് അല്ലെ? ഗദ്യക്രമം എന്നാണ് മിക്കവാറും നമ്മൾ കാണുന്നത്. പകരം എന്ത് വാക്കും കൂടെ ഉണ്ട്? അന്വയം എന്നുള്ള വാക്കും കൂടി ഉണ്ട് അല്ലെ? അന്വയം ലിഖത എന്ന് ചോദിച്ചാലും ഗദ്യക്രമം ലിഖത എന്ന് ചോദിച്ചാലും നമ്മൾക്ക് ഒരേ രീതിയിലാണ്. അപ്പൊ നമുക്ക് അവിടെ കൺഫ്യൂഷൻ വരേണ്ട ആവശ്യമില്ല. ഗദ്യക്രമത്തിനെ തന്നെയാണ് എന്ത് വിളിക്കുന്നത്? അന്വയം എന്ന് വിളിക്കുന്നത്. അപ്പൊ ഗദ്യക്രമം എഴുതുക, സൂചന അനുസരിച്ച് എഴുതുക എന്ന് പറഞ്ഞിരിക്കുന്നു. അതാ നമുക്ക് സൂചനയും തന്നിട്ടുണ്ട് അല്ലെ? സൂചനയിൽ ചില വാക്കുകളൊക്കെ തന്നിട്ടുണ്ട്. ഏതാണ്ട് അത്രയും വാക്കുകൾ നമ്മൾ ഒരുപോലെ കൂട്ടി എഴുതുകയും ഇടയിൽ ചില വാക്കുകൾ ചേർക്കുകയും ചെയ്താൽ എന്ത് കിട്ടും? അന്വയം അല്ലെങ്കിൽ ഗദ്യക്രമം നമുക്ക് കിട്ടും അല്ലെ? നമുക്ക് നോക്കാം. അവര് സൂചനയിൽ പറഞ്ഞിരിക്കുന്നു ഉത്തിഷ്ഠത വരാൻ നിബോധത എന്നല്ലേ? നമ്മൾക്ക് ഇടയിൽ ഒരു വാക്കും കൂടെ ഉണ്ട് അല്ലെ? ഉത്തിഷ്ഠത ജാഗ്രത. ഉത്തിഷ്ഠത ജാഗ്രത. ഒരു വാക്കും കൂടെ ഉണ്ടല്ലോ, പ്രാപ്യ വരാൻ നിബോധത അല്ലേ? ഉത്തിഷ്ഠത ജാഗ്രത പ്രാപ്യ വരാൻ നിബോധത ഇവിടെ ഉണ്ട്. ആ പ്രാപ്യ എവിടേക്ക് പോകും? ഇവിടേക്ക് പോകും. അപ്പൊ ഉത്തിഷ്ഠത ജാഗ്രത വരാൻ പ്രാപ്യ നിബോധത. ഉത്തിഷ്ഠത ജാഗ്രത വരാൻ പ്രാപ്യ നിബോധത. അടുത്തതോ? അടുത്തത് എങ്ങനെയാ വരിക? ക്ഷുരസ്യ അല്ലേ? ക്ഷുരസ്യ ധാര നിശിത ദുരത്യയ തത്പഥഃ ദുർഗം വദന്തി അല്ലേ? ക്ഷുരസ്യ ധാര നിശിത ദുരത്യയ തത്പഥഃ ദുർഗം വദന്തി അല്ലേ? അപ്പൊ അങ്ങനെയാണ് അതിന്റെ ഗദ്യക്രമം വരുന്നത്. എല്ലാ ഗദ്യക്രമങ്ങളും നമ്മൾ എന്ത് ചെയ്യണം? ഒന്ന് കാണാതെ വായിച്ച് പരീക്ഷയ്ക്ക് പോകണം. ഓക്കെ, അപ്പൊ എല്ലാ ഗദ്യക്രമങ്ങളും ഒന്ന് നമ്മൾ വായിച്ചു പോകുകയും ആ ശ്ലോകം കണ്ടിട്ട് നമുക്ക് സൂചനയും കൂടെ തരുന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും നമുക്ക് എത്ര മാർക്ക് കിട്ടും? ആ 2 മാർക്ക് നമ്മളുടെ കയ്യിലിരിക്കും അല്ലെ? അടുത്ത ഭാഗം ഉദാഹരണാനുസാരം പട്ടികാം പൂരയത അല്ലെ? ഉദാഹരണം തന്നിരിക്കുന്നു, അത് നോക്കിയിട്ട് എന്ത് ചെയ്യണം? ഈ ടേബിൾ നമ്മൾ ഫില്ല് ചെയ്യണം. പട്ടികയെ പൂരിപ്പിക്കുക. അപ്പോ ലട്ട് തന്നിട്ടുണ്ട്, ലോട്ട് തന്നിട്ടുണ്ട്. ആദ്യത്തെ ഉദാഹരണം നോക്കി നോക്കൂ. പശ്യതി അല്ലെ? കാണുന്നു. പശ്യതി ലോട്ടിൽ എങ്ങനെയാണ്? പശ്യതു അല്ലെ? പശ്യതിയുടെ അർത്ഥം എന്താണ്? പശ്യതി കാണുന്നു അല്ലെ? പശ്യതു എന്ന് പറഞ്ഞാൽ എന്താണ്? കാണൂ അല്ലെ? അല്ലെങ്കിൽ നോക്കൂ എന്നാണ് പറയുന്നത്. അപ്പൊ ലോട്ടുകളെല്ലാം എങ്ങനെയാണ്? നോക്കൂ അല്ലെ? പോകൂ എന്നൊക്കെ പറയുന്ന പോലെ തന്നെയാണ്. അപ്പൊ പശ്യതിയുടെ പശ്യതു ആണെങ്കിൽ ഗച്ഛതിക്ക് എന്ത് വാക്കാണ് വരുന്നത്? നമുക്കറിയാലേ, വളരെ എളുപ്പമാണ്. അപ്പൊ ഗച്ഛതിക്ക് നമ്മൾ എന്ത് ചെയ്യുന്നു? ആ തീ മാറ്റിയിട്ട് തു എന്നാണ് ലോട്ടിൽ വരുന്നത്. അപ്പൊ അതേപോലെ നമ്മൾ എന്ത് എഴുതും? ഗച്ഛതി ഗച്ഛതു, ഗച്ഛതി ഗച്ഛതു, ഗച്ഛതു എന്ന് എഴുതും. വളരെ എളുപ്പമുള്ള ഒരു ചോദ്യം. അടുത്തത് നോക്കൂ. ഭവതു എന്ന് ലോട്ട് ലകാരത്തിൽ നമുക്ക് തന്നിരിക്കുന്നു അല്ലെ? ഭവതു എന്ന് ലോട്ട് ലകാരത്തിൽ നമുക്ക് തന്നിട്ടുണ്ട്. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം? അതിന്റെ ലട്ട് കണ്ടുപിടിക്കണം. അതിന്റെ ലട്ട് കണ്ടുപിടിക്കാൻ വളരെ എളുപ്പമല്ലേ? അപ്പൊ ഇവിടെ തൂ എന്നുള്ള വാക്ക് തന്നിരിക്കുന്നു, നമ്മൾ അത് എന്തിലേക്കാക്കി മാറ്റണം? തീ എന്ന് അല്ലെ? ലട്ടിലേക്കാക്കി മാറ്റുന്നു. ഭവതി ഭവതു. വളരെ എളുപ്പമല്ലേ അത്? അതാണ് ഉദാഹരണാനുസാരം പട്ടികാം പൂരയത് എന്നുള്ള ചോദ്യത്തിൽ നമ്മൾ ചെയ്യുന്നത് അല്ലെ? പശ്യതി പശ്യതു. അടുത്തതോ? ഗച്ഛതി ഗച്ഛതു. മൂന്നാമത്തേത് ഭവതി ഭവതു. നമുക്ക് അടുത്ത ചോദ്യത്തിലേക്ക് പോവാം. ഉദാഹരണാനുസാരം യദ്യപി തഥാപി ഉപയുജ്യ, യദ്യപി തഥാപി ഉപയുജ്യ വാക്യം പരിവർത്തയത. യദ്യപി തഥാപി എന്നുള്ള വാക്കുകൾ ഉപയോഗിച്ച് വാക്യത്തെ മാറ്റി എഴുതുക എന്നാണ് നമ്മളോട് പറഞ്ഞത്. അപ്പൊ നമ്മൾ എന്ത് ചെയ്യുന്നു? ഉദാഹരണം നോക്കുന്നു. വൃക്ഷേ അനേകാനി ഫലാനി സന്തി. ആദ്യത്തെ സെന്റൻസ് ആണ്. ഒരു ഫുൾ സ്റ്റോപ്പ് ഇട്ടിട്ടുണ്ട് അല്ലെ? അങ്ങനെ ഇങ്ങനെ ഒരു വര വരച്ചാൽ എന്താണ് അതിന്റെ അർത്ഥം? ഫുൾ സ്റ്റോപ്പ് ആണെന്നാണ്. അപ്പൊ വൃക്ഷേ അനേകാനി ഫലാനി സന്തി. വൃക്ഷത്തിൽ ധാരാളം ഫലങ്ങളുണ്ട്.
അടുത്തത് എന്താണ്? കാനിചിത് ഉപയോഗശൂന്യാനി ഭവന്തി. ചിലത് എന്താണ്? ഉപയോഗശൂന്യങ്ങളാണ്, നമുക്ക് ഉപയോഗിക്കാൻ സാധിക്കാത്തതാണ്. കാനിചിത് ഉപയോഗശൂന്യാനി ഭവന്തി. അതിനെ അവരെങ്ങനെയാണ് മാറ്റി എഴുതിയിരിക്കുന്നത്? യദ്യപി വൃക്ഷേ ഫലാനി സന്തി തഥാപി കാനിചിത് ഉപയോഗശൂന്യാനി ഭവന്തി. അല്ലെ, യദ്യപി എന്നുള്ള വാക്ക് ആദ്യം എഴുതിയിരിക്കുന്നു. അല്ലെ, സെന്റൻസിന്റെ ആ വാചകത്തിന്റെ ആദ്യം യദ്യപി എഴുതിയിരിക്കുന്നു. പിന്നീട് എവിടെയാണ് തഥാപി എഴുതുന്നത്? എവിടെയാണ് തഥാപി എഴുതുന്നത്? നമ്മൾ ഒരു സെന്റൻസ് കഴിഞ്ഞ് ഒരു ഫുൾ സ്റ്റോപ്പ് ഇട്ടിരുന്നു. അല്ലെ, അപ്പൊ നമ്മൾ കൂട്ടി എഴുതുമ്പോൾ ഇതിന് നമ്മൾ യോജിപ്പിച്ച് രണ്ട് സെന്റൻസിനെ, രണ്ട് വാചകങ്ങളെ ഒരു വാചകമാക്കി എഴുതാൻ വേണ്ടിയിട്ടാണ് നമ്മൾ എന്ത് ഉപയോഗിക്കുന്നത്? യദ്യപി തഥാപി. അത് നമുക്കറിയാം. അപ്പൊ നമ്മൾ യദ്യപി വെച്ച് ആ വാചകം തുടങ്ങിയിരിക്കുന്നു. യദ്യപി വൃക്ഷേ അനേകാനി ഫലാനി സന്തി. ഇനി ആ ഫുൾ സ്റ്റോപ്പിന് പകരം, അല്ലെ, ആ ഫുൾ സ്റ്റോപ്പിന് പകരം നമ്മൾ എന്ത് ചെയ്യുന്നു? തഥാപി എന്ന് ചേർക്കുന്നു. തഥാപി കാനിചിത് ഉപയോഗശൂന്യാനി ഭവന്തി. തഥാപി എന്നാൽ ചിലത് ഉപയോഗശൂന്യങ്ങളാണ്. അതുപോലെ അടുത്ത വാക്കുകൾ എഴുതൂ. പിതാമഹഃ സമ്പൂർണം ഔഷധം അപിബത്. ആദ്യത്തെ സെന്റൻസ് ആണ്. അല്ലെ, ആദ്യത്തെ വാചകം എങ്ങനെയാണ് അവസാനിച്ചത്? പിതാമഹഃ സമ്പൂർണം ഔഷധം അപിബത്. പിതാമഹൻ എല്ലാ മരുന്നും കഴിച്ചു. അല്ലെ, കൊടുത്തിരിക്കുന്ന എല്ലാ മരുന്നുകളും കഴിച്ചു. പക്ഷെ എന്ത് സംഭവിച്ചില്ല? രണ്ടാമത്തെ വാചകത്തിൽ പറയുന്നു രോഗശമനം നാഭവത്. രോഗം മാറിയില്ല. ഇതിനെ നമ്മൾക്ക് എങ്ങനെ മാറ്റി എഴുതാം? പിതാമഹൻ മുഴുവൻ ഔഷധവും കഴിച്ചിട്ട് പോലും അദ്ദേഹത്തിന്റെ രോഗം മാറിയില്ല. അല്ലെ, അങ്ങനെ എഴുതണമെങ്കിൽ നമ്മൾ ആദ്യം എന്ത് ചെയ്യുന്നു? യദ്യപി പിതാമഹഃ സമ്പൂർണം ഔഷധം അപിബത്. ഈ ഫുൾ സ്റ്റോപ്പിന് പകരം നമ്മൾ അവിടെ തഥാപി രോഗശമനം നാഭവത്. തഥാപി രോഗശമനം നാഭവത്. എളുപ്പമല്ലേ? വളരെ എളുപ്പമാണ്. പിതാമഹഃ സമ്പൂർണം ഔഷധം അപിബത് എന്നുള്ള ആദ്യത്തെ വാചകത്തിന്റെ മുൻപിൽ നമ്മൾ യദ്യപി എന്ന് എഴുതുന്നു. ആ വാചകം അവസാനിപ്പിക്കുമ്പോൾ ഉണ്ടായിരിക്കുന്ന എന്ത് ചെയ്യുന്നു? ആ ഫുൾ സ്റ്റോപ്പ്, അല്ലെ, ആ ഫുൾ സ്റ്റോപ്പ് നമ്മൾ മാറ്റിയിട്ട് തഥാപി രോഗശമനം നാഭവത് എന്നാക്കുന്നു. അപ്പൊ നമ്മളുടെ കയ്യിൽ 1 മാർക്ക് ഇരിക്കും. അല്ലെ, 9ാമത്തെ ചോദ്യം. അധോദത്തം വാക്യം പഠിത്വാ ത്വാന്തം തുമുന്നന്തം ച ചിത്വാ ലിഖത. അല്ലെ, 3 കാര്യങ്ങൾ ഇടയ്ക്ക് നമ്മളോട് ചോദിക്കാറുണ്ട്. ഒന്ന് ത്വാന്തവും, അടുത്തത് തുമുന്നന്തവും, ഒരെണ്ണം കൂടെ ഉണ്ടാവാറുണ്ടല്ലോ, സാധാരണ നമ്മളോട് ലബന്ധവും കൂടെ ചോദിക്കാറുണ്ട്. അല്ലെ, അപ്പൊ എല്ലാ ത്വാന്തങ്ങളും എങ്ങനെയാണ് അവസാനിക്കുന്നത്? അല്ലെ, വ എന്നുള്ള അക്ഷരം ഏറ്റവും അവസാനം നമുക്ക് കാണാനായിട്ട് സാധിക്കും. എല്ലാ തുമുന്നന്തങ്ങളും എന്ന് അവസാനിക്കാറുണ്ട്. അല്ലെ, നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവുന്ന കാര്യമാണ്. ഇത് നമ്മളുടെ ഒരു, അല്ലെ, മനസ്സിലാവാൻ നമ്മൾ വെച്ചിരിക്കുന്ന ഒരു ട്രിക്ക് മാത്രമാണ്. അപ്പൊ എല്ലാ വാക്കുകളും വായിൽ അവസാനിക്കുമ്പോൾ അതെന്താണ്? ത്വാന്തമാണ്. കൃത്വ എന്നൊക്കെ അവസാനിക്കാറുണ്ട്. അല്ലെ, അപ്പൊ ആ വാക്കുകളൊക്കെ ത്വാന്തവും എന്ന് അവസാനിക്കുന്ന തുമുന്നന്തവുമാണ്. ലബന്ധങ്ങൾ എങ്ങനെയാണ് അവസാനിക്കാറ്? യ എന്നുള്ള അക്ഷരം ആ വാക്കിനകത്ത് ഉണ്ടാകാറുണ്ട്. അവയവങ്ങളുടെ അർത്ഥം എല്ലാ വിഭക്തികളുടെ കൂടെയും എല്ലാ വചനങ്ങളുടെ കൂടെയും നമുക്ക് ഉപയോഗിക്കാൻ സാധിക്കുമെന്നാണ്. അപ്പൊ നോക്കുക, ചില വാക്കുകൾ നമ്മളെ തെറ്റിക്കാൻ വേണ്ടി അവർ കൊടുത്തിട്ടുണ്ടാവും. പക്ഷെ നമുക്കറിയാം ത്വാന്തവും ലബന്ധവും തുമുന്നന്തവും ഒക്കെ നല്ല കുട്ടികളായിട്ട് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട്. നമ്മളെ അങ്ങനെ ആർക്കും തോൽപ്പിക്കാനൊന്നും പറ്റില്ല. അല്ലെ, അപ്പൊ നമ്മളോട് ഉത്തരം കണ്ടുപിടിക്കാൻ പോവാണ്. കവാടം ബദ്ധ്വാ ഈശ്വര പ്രാർത്ഥനാം കർത്തും യേശുദേവഃ ശിഷ്യാൻ ഉപാദിശത്. എങ്ങനെയാണ്? കവാടം ബദ്ധ്വാ. അല്ലെ, വകാരത്തിൽ അവസാനിച്ചിട്ടുണ്ട്. അല്ലെ, ത്വാന്തം ഏതാണ്? കവാടം ബദ്ധ്വാ. ബദ്ധ്വാ എന്നുള്ളത് ത്വാന്തമാണ്. അടുത്തത് നോക്കൂ. ഈശ്വര പ്രാർത്ഥനാം കർത്തും. കർത്തും എന്നുള്ളത് തുമുന്നന്തമാണ്. ബദ്ധ്വാ എന്നുള്ളത് ത്വാന്തവും കർത്തും എന്നുള്ളത് തുമുന്നന്തവുമാണ്. ഓക്കെ. അധോദത്തം വാക്യം പഠിത്വാ ശത്രന്തം ശാനജന്തം ച ചിത്വാ ലിഖത. അല്ലെ, ശത്രന്തവും ശാനജന്തവും കണ്ടുപിടിക്കുക. നമുക്ക് ചെറിയ രീതിയിൽ ഒരു കൺഫ്യൂഷൻ വരുന്ന ഒരു ഭാഗമാണ് ശത്രന്തവും ശാനജന്തവും നമുക്ക് കണ്ടുപിടിക്കാനുള്ളത്. അതിനൊരു എളുപ്പ വഴിയുണ്ടല്ലോ. എല്ലാ ശത്രന്തങ്ങളും എങ്ങനെയാണ് അവസാനിക്കുന്നത്? ശത്രു എന്ന് നമ്മൾ ഇങ്ങനെ എഴുതുകയാണെങ്കിൽ എന്നാണ് അവസാനിക്കുന്നത്. അല്ലെ, നമ്മൾ ഉച്ചരിക്കുമ്പോൾ എങ്ങനെയാണ് അവസാനിക്കുന്നത്? ശത്രു എന്നാണ് അവസാനിക്കുന്നത്. അപ്പോ അങ്ങനെയുള്ള വാക്കുകളും എങ്ങനെ അവസാനിക്കും? എന്ന് തന്നെ അവസാനിക്കും. അല്ലെ, ഇച്ഛൻ. അപ്പൊ ശത്രന്തം ഏതാണ്? ഇച്ഛൻ എന്നുള്ള വാക്കാണ് ശത്രന്തമായിട്ട് വരുന്നത്. അടുത്തത് നോക്കൂ, ശാനജന്തം കണ്ടുപിടിക്കാൻ പറഞ്ഞിരിക്കുന്നത്. അല്ലെ, ശാനജന്തങ്ങൾ
എങ്ങനെ അവസാനിക്കുന്നുണ്ട്? വിസർഗത്തിൽ അവസാനിക്കുന്നുണ്ട് അല്ലെ? അപ്പൊ വിസർഗത്തിൽ അവസാനിക്കുന്നത് എവിടെയാണ്? ആകാശോ ഡയമാനഹ ഗരുഡഹ ഉണ്ട് കേട്ടോ. ഗരുഡഹ നമ്മൾ എഴുതില്ല അല്ലെ? ഗരുഡഹ എഴുതില്ല. ഡയമാനഹ, ഗരുഡൻ എന്നുള്ളത് വെറും ഒരു അർത്ഥമാണ് അല്ലെ? ഡയമാനഹ, ഇതാണ് എന്ത്? ശാനജന്തം. ഡയമാനഹ എന്നുള്ളതാണ് ശാനജന്തം. ശത്രന്തം, ഇച്ഛൻ, ശാനജന്തം, ഡയമാനഹ. എളുപ്പമല്ലേ? ഡയമാനഹ എന്നുള്ളതാണ് ശാനജന്തമായിട്ട് വരുന്നത്. നമ്മൾ ഇതുപോലത്തെ ഒരുപാട് വാക്കുകൾ മുൻപ് പഠിച്ചിട്ടുള്ളവരാണ്.